ഹായ്. ചില കേസസിൽ പേരൻസിന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ടെന്നുള്ളത്. പക്ഷെ എന്നാൽ അവർ ചോദിക്കും, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, താനെ സംസാരിക്കില്ലേ, ഇപ്പം തന്നെ സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചില പേരൻസ് വില്ലിങ് ആണെങ്കിൽ പോലും അവരെ ഗ്രാൻഡ് പേരൻസ് പറയും, ഇപ്പൊ തന്നെ തുടങ്ങണ്ട, കുറച്ചും കൂടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നോ അപ്പോൾ അത്രയും നമുക്ക് വരുന്ന പ്രോഗ്രസ്സും സ്ലോ ആയിട്ടേ വരുള്ളൂ. ശരിക്കും ഒരു കുട്ടി ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഫസ്റ്റ് ട്രൂ വേർഡ്, അതായത് അച്ഛാന്നോ അമ്മാന്നോ എന്താണോ ഏതെങ്കിലും ഒരു ട്രൂ വേർഡ് പറയാൻ വേണ്ടി തുടങ്ങണം. ഇനിയിപ്പോൾ 1.5 വയസ്സായിട്ടും ഒരു വാക്ക് പോലും പറയുന്നില്ല, 2 വയസ്സായിട്ടും വളരെ കുറച്ച് വാക്കുകളെ പറയുന്നുള്ളൂ എങ്കിൽ ശരിക്കും ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ചില കുട്ടികൾ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും നോർമൽ രീതിയിൽ സംസാരിച്ച് പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവാം, പക്ഷെ അങ്ങനെ ആണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ അങ്ങനെ ആണെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു റിസ്ക് അല്ലേ എടുക്കുന്നത്. ഏർലി ഇന്റർവെൻഷൻ ആണ് എപ്പോഴും ബെസ്റ്റ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. എത്രയും നേരത്തെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി സ്പീച്ച് തെറപ്പിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ കൂടി ആ ഒരു ഡൗട്ട് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.